ഇന്ന് കോഴിക്കറി എങ്ങനെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ തേങ്ങ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. 3 വറ്റൽമുളക്, 3 പച്ചമുളക്, കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 ഉണക്കമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുളകൊന്ന് നന്നായിട്ടൊരു മുളകിൻ്റെ സ്മെല്ലൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ 3 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റുന്നത്. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ പാകമാകണേ. പച്ചമുളക് മാറി നല്ല രീതിയിൽ പാകമാകുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുന്നത് നന്നായിട്ട് പാകമായി കഴിഞ്ഞു എന്നുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. സവാള ചേർത്ത് കൊടുത്തിട്ട് സവാള എന്ത് ചെയ്യും, ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. കാരണം പെട്ടെന്ന് സവാള റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നാടൻ കറിയിലുള്ള ഈ ചിക്കൻ വെക്കുമ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറും സവാള മാത്രമാണ് ചേർക്കുന്നത്. ഈ സവാള നന്നായിട്ട് വേവണം. നന്നായിട്ട് വേവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വെന്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് എരിവ് താല്പര്യമില്ലാത്തവർക്ക് കാശ്മീരി ചേർക്കാം. ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ മസാലയാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൂട്ടത്തിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കനാണ്. ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പീസാക്കിയാണ് വെച്ചേക്കുന്നത്. ചെറിയ പീസ്. ഇത് കാരണം ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല കുറുവൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വെന്ത് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഇങ്ങനെ ഉടഞ്ഞു ചേരും. എന്നിട്ട് ഞാനത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം എന്ത് ചെയ്തു, ആ ചൂടിൽ ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അതിൻ്റെ വറ്റിച്ചെടുത്തു. ഏകദേശം അത് വേവാറായി വന്നപ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. തക്കാളിയും മല്ലിയിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് വറ്റി കുറുകിയിരിക്കുന്ന നാടൻ സ്റ്റൈലിലുള്ള ചിക്കനാണ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസും ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക.